മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചെലവിട്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ഗവേണിംഗ് കമ്മിറ്റിക്ക് കൈമാറുവാൻ ആര്യടൻ ഷൌക്കത്ത് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. സ്പോർട്സ് ഡയറക്ടറേറ്റ്, കിറ്റിക്കോ, നിലമ്പൂർ നഗരസഭ, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, PTA ഭാരവാഹികൾ എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. സ്റ്റേഡിയത്തിന്റെ പൂർത്തിയാകാത്ത ഗാലറിയുടെയും ഡ്രൈനേജിന്റെയും നിർമ്മാണം ഉടൻ ആരംഭിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുവാനും നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയ്ക്ക് നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ ഫണ്ട് കിഫ്ബിയിൽ നിന്നോ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഓൺ ഫണ്ടിൽ നിന്നോ വകയിരുത്തും. ആര്യടൻ ഷൌക്കത്ത് MLA രക്ഷാധികാരിയും നഗരസഭാ ചെയർപേഴ്സൺ പ്രസിഡന്റും നഗരസഭാ സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, സെക്രട്ടറി, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, ജില്ലാ കളക്ടറുടെ പ്രതിനിധി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധി, 2 കായിക താരങ്ങൾ, PTA പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളുമായ ഗവേണിംഗ് കമ്മിറ്റിക്കായിരിക്കും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ചുമതല. 2019 ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം 7 വർഷമായിട്ടും കൈമാറാത്തത് പ്രതിസന്ധിയായിരുന്നു. സ്റ്റേഡിയം കൈമാറാത്തത് ആര്യടൻ ഷൌക്കത്ത് MLA സബ്മിഷനിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് തീരുമാനം എടുക്കും എന്നാണ് സ്പോർട്സ് യുവജന ക്ഷേമ മന്ത്രി OG ജനീഷ് മറുപടി നൽകിയത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, സ്പോർട്സ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ KK ദീപേഷ്, കിറ്റ്കോ സീനിയർ കൺസൾട്ടന്റ് M ബൈജു ജോൺ, കൌൺസിലർമാരായ TT റജീന, M ഷിഹാബ്, പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, ഹെഡ്മാസ്റ്റർ A അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് പാറപ്പുറവൻ മുജീബ് റഹ്മാൻ, SMC ചെയർമാൻ കോയ കടവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.